ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ എല്ലാവരോടും ഒരു ഈദ് മുബാറക്ക പറയാണ്. നാളെ പെരുന്നാളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളും തിരക്കുകളൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പൊ നമുക്ക് അതിനിടയിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ എന്തൊക്കെയാണ് കിളിക്കൂട്ടിലെ വിശേഷങ്ങൾ എന്നറിയാം അല്ലെ? അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ. കാരണം നമ്മൾ ഇടുന്ന സീരിയൽ പ്രൊമോസിന്റെയും ഷോർട്സിന്റെയും ലൈവിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മറ്റേ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചന്റെ സാന്ത്വനം 2ഉം മഴതോരും മുമ്പേ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ രണ്ട് ചാനലിനും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് നീട്ടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷിനാണെങ്കിൽ ആകെ ടെൻഷനാണ്. കാരണം വേറൊന്നുമല്ല, നിധി ഡൈവേഴ്സിനായിട്ട് ആവശ്യപ്പെട്ടൊക്കെയാണ്. സുധീഷ് ആകെ ഒരു എന്താ പറയണ, ഒരു സൈലന്റ് മൂഡിലൊക്കെ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം. കാരണം എന്ന് വെച്ചാൽ സുധീഷിന്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടിയല്ലോ താൻ താലി ചാർത്തിയ. അവിചാരിതമായിട്ടാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും തനിക്ക് ദൈവം കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് നിധി. അപ്പോ തന്റെ മരണം വരെ ഇനി അവളായിരിക്കണം തന്റെ ഭാര്യ എന്ന രീതിയിൽ അവൾക്ക് വേണ്ടിയിട്ട് എന്തും, നിധി എന്താവശ്യപ്പെട്ടാലും, എത്ര സ്നേഹം എന്താണെങ്കിലും ആവശ്യപ്പെട്ടാലും അത് താൻ എങ്ങനെയാണെങ്കിലും സാധിച്ചു കൊടുക്കും. ഒരു തുള്ളി കണ്ണീര് പോലും നിധിയുടെ കണ്ണിൽ നിന്ന് ചാടാൻ സുധീഷ് അനുവദിക്കില്ല. അത്രയ്ക്ക് സ്നേഹിച്ച് നടക്കുകയാണ് നമ്മുടെ സുധീഷ് നിധിയെ. അപ്പൊ അങ്ങനെ ഇരിക്കെ നിധി, പക്ഷെ നമ്മൾ നിധിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെ? കാരണം നിധി ഒരിക്കലും അങ്ങനെ ഒരു സ്നേഹമൊന്നും ഇനി അറിയില്ല കേട്ടോ. ഉള്ളിൽ നിധി ഉണ്ടോ, അത് പ്രകടിപ്പിക്കാത്ത ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ സുധീഷിന് നിധി ഡൈവേഴ്സ് ആവശ്യപ്പെട്ടപ്പോൾ അത് ഒട്ടും തന്നെ താങ്ങാൻ പറ്റിയില്ല. കാരണം സുധീഷിന് അറിയാം അങ്ങനെ ഒരു ഡൈവേഴ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് നിധി പോവും, നിധിയെ തനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നല് ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നിങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുധീഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷും അതുപോലെ തന്നെ ഹരീഷും നികേഷൊക്കെ ചെന്നിട്ട് നമ്മുടെ സുധീഷിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവര് സമാധാനിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോഴേക്കും സുധീഷ് ചോദിക്കും, എന്നെ സമാധാനിപ്പിക്കണം എന്തിനാ സുഭാഷ് ചേട്ടാ? അവൾ ആ താലിമാല പോലും അവളുടെ കഴുത്തിൽ ഊരിയ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞോ? സത്യം പറഞ്ഞ സുധീഷ് ആ ചോദിക്കുന്നതിലൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന്, സുഭാഷിന്റെ ഹരീഷിന്റെ നികേഷിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സുധീഷ് നമ്മുടെ നിധിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിധിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം ഇല്ല. കാരണം അവിചാരിതമായി കല്യാണം കഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നിധിയുടെ മനസ്സിൽ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നിധിക്ക് ഒരിക്കലും സുധീഷിനോട് ആ ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടാകില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒടുവിൽ ചിലപ്പോൾ നിധിക്ക് എല്ലാവരോടും ഒരു ഇതാവും, കാരണം സുധീഷിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അവര് എന്തെന്നും പറഞ്ഞ പിന്നെ നിധിയോട് സംസാരിക്കേണ്ടത്? സുഭാഷ് പറഞ്ഞു, നിനക്കറിയാലോ നിധിയുടെ അടുത്ത് ഞങ്ങൾ എന്തെന്നാ പറയേണ്ടത്? ഒരിക്കലും ആ കുട്ടി നിന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ട് കൂടിയില്ല മനസ്സിൽ. ഒരു ഭാര്യയായിട്ട് നീ കാണുന്നിടത്തോളം അതിന്റെ ഒരു അംശം പോലും ആ കുട്ടി കാണുന്നില്ല. നീ സമാധാനപ്പെടുക. എന്തായാലും നിധി നമുക്ക് ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമെന്ന് സുഭാഷും മറ്റുമൊക്കെ പറയണ്. ഈ സമയം ഹരീഷ് പറയും, സുധീഷ് ഏട്ടനെ ഈ ദേഷ്യവും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. അപ്പൊ സുധീഷ് ചോദിക്കും, ഞാൻ എന്തിനി മാറ്റി പിടിക്കാനടാ? അതെ, വേറെന്തെങ്കിലും ഒരു ടെക്നിക്കൽ രീതിയിലൂടെ നമ്മുടെ നിധിയേട്ടത്തിയുടെ മനസ്സ് ഒന്ന് കയറാൻ നോക്കിയല്ലോ. ഈ ദേഷ്യവും അല്ലെങ്കിൽ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്തും അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് നോക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് നമ്മുടെ ഹരീഷ് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ ഹരീഷിന് മൈൻഡ് ഒന്നും ഒട്ടും ഓക്കെ അല്ല. കാരണം സുധീഷിന്റെയും നിധിയേട്ടത്തിയുടെയും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹരീഷിന് ഒട്ടും തന്നെ ഒരു ഇതില്ല. ജോലിക്ക് പോയെങ്കിലും വർക്ക്ഷോപ്പിലെ പണികളൊന്നും അത്രയ്ക്ക് കോൺസെൻട്രേറ്റോട് കൂടി ചെയ്യാൻ ഹരീഷിന് സാധിച്ചില്ല.
ആ സമയത്താണ് നമ്മുടെ നീതു അങ്ങോട്ട് വരുന്നത്. അപ്പൊ നീതു വന്നിട്ട് ആഹാ ഇതെന്താണ് മുഖമൊക്കെ വാടിയിരിക്കുന്നതെന്ന് നീതു ഹരീഷിനോട് ചോദിക്കാണ്. എന്നിട്ട് നീതു എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും നീതുവിന് മനസ്സിലായി താൻ പറയണതൊന്നും നമ്മുടെ ഹരീഷ് ശ്രദ്ധിക്കുന്നില്ല. എന്ത് പറ്റി ഹരീഷ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഹരീഷ് പറയും ഒന്നുമില്ല നീതു എന്ന് പറയാം. ഇല്ല എന്തോ ഉണ്ട്, ഹരീഷിന് എന്നെ ഇഷ്ടമല്ലേ? അപ്പം ഹരീഷ് പറയും ആ ഇഷ്ടമാണ്, പിന്നെന്താണ്, ഞാൻ സംസാരിക്കണേനൊന്നും ഒരു മൈൻഡ് പോലും ഹരീഷ് കാണിക്കുന്നില്ലല്ലോ, എന്റെ മനസ്സ് അത്ര സുഖമില്ല നീതു എന്ന് പറയാം. അപ്പം നീതു എന്ത് പറ്റി ഹരീഷ്, എന്താണെങ്കിലും എന്നോട് പറയുക. അപ്പോഴാണ് ഹരീഷ് പറയണ വീട്ടില് സുധീഷ് ഏട്ടന്റെയും നിധിയേട്ടത്തിയുടെയും അവരുടെ ലൈഫ്, അവരുടെ ഓരോ പിണക്കങ്ങളും വഴക്കുകളും, ഒരു സമാധാനം ഇല്ല. അവര് സ്നേഹത്തോടെ സന്തോഷത്തോടെ പോണോന്ന് ആഗ്രഹിച്ചിട്ട് ഒരു വഴിക്കും അടുക്കുന്നില്ലല്ലോ നീതു എന്ന് പറയാം. അപ്പൊ നീതു ചോദിക്കും അല്ല ഹരീഷ്, അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ, പിന്നെ എന്തിനാണ് ഈ വഴക്കും കാര്യങ്ങളൊക്കെ? എനിക്കതൊന്നും അറിയില്ല നീതു, പക്ഷെ അവര് തമ്മിൽ അത്ര വലിയ സ്വരച്ചേർച്ചയിലല്ല. ഹരീഷിന് പറയാൻ പറ്റുമോ നീതുവിന്റെ സുധീഷ് ചേട്ടന്റെ കല്യാണം നടന്നത് ഇങ്ങനെയാണെന്നും നീതു ഡൈവേഴ്സ് ആവശ്യപ്പെട്ടേക്കണു എന്നൊന്നും പറയാൻ ഹരീഷിന് കഴിഞ്ഞില്ല. അങ്ങനെ നീതു പറഞ്ഞു അതിൽ ഇത്രയൊന്നും ബോധഡ് ആവേണ്ട കാര്യമില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചവര് നല്ല രീതിയിൽ സ്നേഹിച്ചല്ലേ ജീവിക്കേണ്ടത്. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹരീഷ് ചോദിക്കും ആണോ? ആണെന്നേ, കണ്ടോ ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയും. എന്നിട്ട് നീതു പറയുന്നുണ്ട് എന്റെ വീട്ടിലെ അവസ്ഥ. അപ്പം നമ്മുടെ ഹരീഷ് ചോദിക്കണേ ഇന്നലെ അച്ഛൻ വന്ന് നിന്നെ വഴക്ക് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടായോ നീതു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നീതു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവരങ്ങനെയൊക്കെ പറയട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞേക്കുന്നതാ, പിന്നെ ഒന്ന് അവര് പിടിച്ചു നോക്കണതാണ്. തിരിച്ചെങ്ങാനും ഹരീഷിനെ ഇട്ടിട്ട് വരുമെങ്കിൽ ഒന്ന് വരട്ടെ, അതിന്റെ ഒരു പേടിപ്പിക്കലും കാര്യങ്ങളാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്റെ ഏട്ടനാണ് ഇപ്പൊ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് 2-3 ദിവസമായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സമാധാനം എന്ന് പറഞ്ഞു. നീതു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതുവിന്റെ ആങ്ങള ബൈക്കിൽ കൂടെ പോണത്. കറക്റ്റ് അയാളുടെ കണ്ണി കാണുകയും ചെയ്യുക. അയാൾക്ക് വന്ന ദേഷ്യം, അവൻ നേരെ വീട്ടിൽ ചെല്ലുകയാണ്. നീതുവിന്റെ അച്ഛനും അമ്മയും കാണട്ടെ എന്ന്, ഇവളെ ഇങ്ങനെ അഴിച്ച് വിട്ടൊക്കെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നീതുവിന്റെ ആങ്ങളെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. ചെന്നപ്പോഴേക്കും അച്ഛൻ ഊണൊക്കെ കഴിഞ്ഞ് പാവം ഓട്ടോ ഓടിച്ച് ഓടിച്ച മനുഷ്യ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നാണ്. അപ്പോഴേക്കും നീതുവിന്റെ ആങ്ങളെ ചെന്നിട്ട് അവിടെ കിടന്ന് ബഹളമായി. ഒരു മോളുള്ളത് അഴിച്ചു വിട്ടേക്കും, ഏത് കരക്കാരന്റെ കൂടെ കയറി ഇറങ്ങി നടക്കണമെന്നോ ചിന്തയില്ല, ഒന്നുമില്ലാത്തൊരു തന്തയും തള്ളെ. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ ഓടിച്ചെന്ന് ചോദിച്ചു നീ എന്തിനാടാ കിടന്ന് ഈ ചാടുന്നത്? അതെ നീതു എന്തേ, അവൾ ആരും കാണാനെന്നും പറഞ്ഞു പോയി. ആ കാണാനെന്നും പറഞ്ഞു പോയെന്നും പറഞ്ഞു ഇവിടെ ഇരുന്നോ, കണ്ടവന്മാരെ കൂടെ അവിടെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഇരിപ്പുണ്ട് വർക്ക്ഷോപ്പില് എന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിന്റെ ആങ്ങളെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നീതുവിന്റെ അമ്മ പറഞ്ഞു അതെ നിനക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തപ്പം 100 ആയിരിക്കും ചൂട്, നീ നിനക്ക് ആഹാരമൊക്കെ എടുക്കാം, നല്ല മീൻകറിയൊക്കെ ഉണ്ട്, നീ വാ ചോറിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ നീതുവിന്റെ ആങ്ങളായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴേക്കും നീതു അങ്ങനെ ആടി ആടി വരെയാണ് കേട്ടോ. ആ സമയം നീതുവിന്റെ ആങ്ങള അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു എടി നീ എവിടെ തെണ്ടി നിരങ്ങാൻ പോയതാടി എന്ന് ചോദിച്ചു. അതെ ഞാന് എങ്ങും തെണ്ടാനും നിരങ്ങാനും പോയെന്നല്ല, ഞാൻ ഹരീഷിനെ കാണാൻ പോയെന്ന് ചോദിക്കുക. ഏതവൻ ഹരീഷാടി, എന്ത് യോഗ്യതയാടി അവന്, നീ എന്തിനാടി അവന്റെ കൂടെ കൊഞ്ചു കൊഴിഞ്ഞ്, ഞാൻ ആ ബൈക്കിൽ കൂടെ പോയപ്പോ കണ്ടു അവന്റെ കൂടെ അങ്ങ് ഒട്ടി ഒരുമി ഇരുന്ന് കൊഞ്ചി കുഴയണു, നിനക്ക് നാണം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീതുവിന്റെ ആങ്ങളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും നീതു പറഞ്ഞു അതെ എന്തായാലും ഏട്ടനെക്കാട്ടിലും എന്തുകൊണ്ട് യോഗ്യൻ തന്നെ, അവനൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, നന്നായിട്ട് പണിയും ഉണ്ട്, ആ പണി അവൻ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ യോഗ്യത കുറവ്? അപ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരെയാണ് ഇവിടെ എന്താ രണ്ടെണ്ണം. അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങളെയും പെങ്ങളും കൂടെ ഭയങ്കര വഴക്കായി പ്രശ്നമായി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ നീതുവിന്റെ അമ്മ പറഞ്ഞു നീതു നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കില്ല. അപ്പൊ നീതുവിന്റെ ആങ്ങളെ പറഞ്ഞു നിന്നെ വിട്ടുതരടി, ആ കണ്ട തെണ്ടീരെ അവന്റെ വീടും അവന്റെ സാഹചര്യവും നിനക്കറിയാവോടി, നിന്നെ അവന്റെ കൂടെ നിരങ്ങാൻ വിട്ടുതരാടി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാണ്. അപ്പൊ പറഞ്ഞു ഞാൻ ഇനിയും കാണും, ഇനിയും സംസാരിക്കാം, ഞാൻ അവന്റെ കൂടെ മാത്രമേ ഈ ജന്മത്ത് ജീവിക്കുള്ളൂ, ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഈ അടുത്തായിട്ട് ഹരീഷ് ഒന്നോ എങ്ങനെയെങ്കിലും എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞത്, എന്തെങ്കിലും കാരണവശാൽ ഒരു മുടക്കം വന്നാണ്ടല്ലോ എല്ലാവരോടും കൂടെ ഞാൻ പറയേണ്ടത്, ഞാൻ കാണിച്ചു തരാം എന്ന് നീതു വെല്ലുവിളിക്കണം. അപ്പോഴേക്കും നീതുവിന്റെ ആങ്ങളെ കൈ ഉയർത്തിക്കൊണ്ട് ഒരൊറ്റ അടി അങ്ങ് നീതുവിന് കൊടുക്കണം കേട്ടോ. നീതു വിട്ടുകൊടുക്കോ, നീതും തിരിച്ചൊരടി കൊടുക്കണം. അങ്ങനെ രണ്ടും കൂടെ അങ്ങോട്ടും
ഇങ്ങോട്ടും തമ്മിൽ തന്നെ. ഒടുവിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് രണ്ടുപേരും രണ്ട് ദിക്കിലൊക്കെ ആക്കി നീതുവിന്റെ അമ്മ നീതുവിനെ വിളിച്ചോണ്ട് പോവണേ. എടി ധിക്കാരി, ഇവിടെ വാടി, നീ ആരെടുത്തടി ഈ കൈ ചൂണ്ടി സംസാരിക്കുക അടിക്കുകയും ചെയ്യണത്? അപ്പൊ അമ്മയുടെ മോൻ എന്നെ തല്ലുന്ന അമ്മ കണ്ടില്ലല്ലേ, എനിക്ക് അടി മൊത്തം കൊള്ളണം, ഞാൻ തല്ലിയ കുറ്റം അല്ലേ എന്ന് പറഞ്ഞു. ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലിരിപ്പ്, ആ വെള്ളം നീ കുടിച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ആ ഒരു വൃത്തിയേട്ട ഒരുമ്പെട്ടവന്റെ കൂടെ നിന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് നീ ഇരിക്കാൻ വേണ്ട. ആ ഒരു വ്യാമോഹം ഇപ്പോഴേ നിന്റെ മനസ്സിൽ നിന്ന് നുള്ളിക്കളഞ്ഞിരേന്ന് നീതുവിന്റെ അമ്മ പറയണം കേട്ടോ. അപ്പോഴേക്ക് നീതു പറഞ്ഞു, ആഹാ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ, ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് നീതുവും വെല്ലുവിളിക്കാൻ കേട്ടോ. ഒടുവില് നീതുവിന്റെ ആങ്ങള അച്ഛൻ ദേഷ്യം വന്നിട്ട് അവിടെ നിന്നിട്ട് പോവാണ്. നീതുവിന്റെ ആങ്ങളയുടെ കുറെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് നേരെ സുഭാഷിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഭാസ്കർ ഉമ്മറത്തിരുന്ന് സിഗരറ്റും വലിച്ചിരിക്കുകയാണ്. അതെ, ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കും. അപ്പൊ ഭാസ്കറിന് ദേഷ്യം വന്നു. ഭാസ്കരൻ ചോദിച്ചു, ഈ മല പോലെ ഇരിക്കണ എന്നെ കണ്ടിട്ട് നിനക്ക് ആളായിട്ട് തോന്നിയില്ലടാന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു, അതെ വേറെ വല്ലവന്മാരും ഉണ്ട്, ആ ഹരീഷ് വർഷാപ്പുകാരൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ സുഭാഷും സുധീഷും കൂടെ അകത്തുനിന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പൊ ചോദിക്കും, ദേ ഞാൻ നീതുവിന്റെ ആങ്ങളെ, എന്റെ പെങ്ങടെ പിറകെ ഇനി മേലാൽ ഹരീഷ് എന്ന് പറയുന്ന ആ തെണ്ടി നടന്നാൽ അവന് പിന്നെ നടക്കാൻ കാലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുധീഷ് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, എന്നാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനിയനെ വെല്ലുവിളിക്കണോ? നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത് ആദ്യം വീട്ടിൽ ഇരിക്കാൻ പറയും. എന്റെ അനുജന്റെ വർക്ക്ഷോപ്പില് നിങ്ങളുടെ പെങ്ങള് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സംസാരിക്കുക തന്നെ ചെയ്യും. ആദ്യം പോയി നിന്റെ അനിയത്തീനെ പോയി നീ മര്യാദക്ക് ഇരുത്തടാന്ന് പറയും കേട്ടോ. അപ്പം നീതുവിന്റെ ആങ്ങളയ്ക്ക് ഭയങ്കര ദേഷ്യം വരണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സുധീഷും സുഭാഷും എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ഉന്തും തള്ളും ഒക്കെ ആവേണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ട് തമ്മിത്തല്ല് കൂടിയിരുന്നാലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട്ടയ്ക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ എന്റെ അനിയനെ വെല്ലുവിളിച്ചിട്ട് നീ ആരാടാ ഇവിടെ കിടന്ന് പറയാനെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് വൃത്തിയെ കൊടുക്കാൻ കേട്ടോ. അവസാനം അവമാർക്കിട്ടൊക്കെ നല്ല ഇടിയൊക്കെ കൊടുത്ത് പോകുന്ന സീനൊക്കെയാണ് നാളെ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. ഇനിയിപ്പോ ഇത് ഹരീഷ് അറിയുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയ കോലാഹലമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിൽ ഇനി വരാനിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, അതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് എല്ലാവരും കാണുന്നവര് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ ശ്രമിക്കണം. അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഇതിപ്പോ ഫുൾ എപ്പിസോഡായിട്ട് ഇടുന്നില്ല, കാരണം ദിവസേന ഞാൻ മഴ തോരും മുമ്പേ നമ്മുടെ മറ്റേ ചാനലിൽ ദിവസവും രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. കാരണം ഇതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഏകദേശം ഈ സെയിം തന്നെ പറയുന്നത് തന്നെയാണ് എപ്പിസോഡിലും വരുന്നത്. അപ്പൊ എല്ലാവരും കേൾക്കുക, നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ രണ്ട് ചാനലിനും തരിക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ അഡ്വാൻസ്ഡ് ഈദ് മുബാറക് പറയാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.